സിജോ സാർ നമസ്കാരം. നമസ്കാരം. ഒരുപാട് നാളായി നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ട്. ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ പ്രേക്ഷകർ ഇടയ്ക്ക് താങ്കളെ ചോദിക്കാറുണ്ട് സിജോ തെരുവാപ്പുഴ എവിടെയാണ് എന്ന്. എന്തായാലും വീണ്ടും അദ്ദേഹം വന്നിരിക്കുന്നു. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോ അമേരിക്ക ഊടുപാടും പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നിൽ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഈ യുദ്ധത്തിനകത്ത് ഇറങ്ങിയും പോയി. ഇസ്രായേലിനാണെങ്കിൽ അവരുടെ പണി കഴിഞ്ഞു. കാരണം ഖമനേയിയെ കൊല്ലുക എന്നുള്ളത് മാത്രമായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം അമേരിക്ക എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. അമേരിക്ക പല രാജ്യങ്ങൾക്കും പല സാങ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അമേരിക്ക ഇപ്പോൾ റിലീവ് ചെയ്യുമ്പോൾ പല ആൾക്കാരും പറയുന്നത് അമേരിക്കയുടെ മഹാമനസ്കത എന്നാണ് പറയുന്നത്. എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യക്കകത്തുള്ള സുഡാപ്പികളും കമ്മികളും ടീമുകളെല്ലാം യഥാർത്ഥത്തിൽ അമേരിക്ക വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത്. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇതിൽ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഈ യുദ്ധത്തിൽ അമേരിക്കയാണോ ഇറാനാണോ, ആരാണ് യഥാർത്ഥ വിജയി എന്ന് പറയുന്നത്? ഇത് അമേരിക്ക ആണോ ഇറാനാണോ യഥാർത്ഥ വിജയം എന്നുള്ള ഒരു ചോദ്യത്തില് ഇതില് ഒരു യുദ്ധവും നമ്മുടെ ആരെയും ജയിപ്പിക്കുന്നില്ല. ഒരു രാജ്യങ്ങളെ യുദ്ധങ്ങൾ ജയിപ്പിക്കാറില്ല. പിന്നെ അമേരിക്കയ്ക്ക് ലോകത്ത് പല യുദ്ധങ്ങളും നടത്തിയ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. ഞാൻ ഇടപെടുകയാണെന്ന് വിചാരിക്കരുത്. അത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. അതിനെ കുറിച്ച് നമ്മളിപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കുകയാണ്. എന്തായിരുന്നു അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാല്, അമേരിക്ക പോയി കിള്ളിയിട്ടുള്ളവർ മിക്കവരും അമേരിക്കയുടെ അയൽവക്കത്തുള്ള രാജ്യങ്ങളായിരുന്നില്ല. അതായത് അമേരിക്കയിൽ നിന്ന് മിനിമം ഒരു 2000-3000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ പോയിട്ടാണ് ഇവന്മാർ മിക്കവാറും പണിയെടുക്കുന്നത്. പല രാജ്യങ്ങളും, മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളായിക്കോട്ടെ, ലിബിയ ആയിക്കോട്ടെ. ഇപ്പൊ ഈ ആകെ ഒരു വ്യത്യാസം വന്ന ഈ അടുത്ത വെനിസ്വേലയിൽ വരെയും പട്ടാളത്തെ ഇറക്കിയിട്ടില്ല. ഇവര് വന്നിട്ട് ജസ്റ്റ് അയാളെ പിടിച്ചോണ്ട് പോയി, ജസ്റ്റ് ഒരു മറൈൻ ഗ്രൂപ്പിനെ ഇറക്കി പിടിച്ചോണ്ട് പോയെന്നല്ലാതെ അവിടെ ഒരു കംപ്ലീറ്റ് ആയിട്ട് അമേരിക്കയുടെ കൺട്രോളൊന്നും വന്നിട്ടില്ല. ശരിക്കും വെനിസ്വേലയിലൊക്കെ നടന്നതിന്റെ ബാക്കിയാണ് ഇപ്പൊ ഇറാനിൽ നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വെനിസ്വേലയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെനിസ്വേലയിലുള്ള ആയുധങ്ങളുടെ ശേഖരം അവരുടെ അണികൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. അതായത് വെനിസ്വേല ഇന്ന് മിക്ക വീടുകളിലും ആയുധങ്ങളുള്ള ഒരു രാജ്യമായി മാറിയിട്ടുണ്ട്, അമേരിക്കനെ പോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് വെനിസ്വേലയിൽ കയറി കഴിഞ്ഞാൽ നന്നായിട്ട് കുറെ പേര് മരിക്കും, അമേരിക്കൻ സോൾജേഴ്സ് കുറെ പേര് മരിക്കും. അതുകൊണ്ടാണ് ഇവർ അങ്ങോട്ട് കയറാത്തത്. പക്ഷേ ഈ ഇറാന്റെ അടുത്ത് വന്നപ്പം, വെനിസ്വേല എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രാജ്യമാണ്. അപ്പൊ ഇറാന്റെ അടുത്തോട്ട് വന്നപ്പോൾ അമേരിക്കക്ക് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാനെ വളരെ വില കുറച്ചുണ്ട്. അത് അമേരിക്ക മാത്രമല്ല, ഇപ്പൊ മിക്കവാറും ഇവിടെ കേരളത്തിലെ അല്ലൈസ് അടുത്ത തുടക്കത്തില് ഇപ്പൊ അങ്ങോട്ട് അടിച്ച് നിരപ്പാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഇരുന്ന ടീമുകളുണ്ട്. അതായത് പ്രോ ഇസ്രായേൽ, പ്രോ അമേരിക്കൻ യൂട്യൂബേഴ്സ്, അല്ലെങ്കിൽ അവരുടെ ചാനലുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പലരും ഉണ്ട്. അപ്പൊ ഈ ഇറാന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ വളരെ വലിയൊരു രാജ്യമാണ്. അപ്പൊ അത്രയും വലിയൊരു രാജ്യത്തെ ഒറ്റയടിക്ക് പോയിട്ട് കീഴ്പ്പെടുത്താൻ പറ്റൂല. അത് മാത്രമല്ല, ഇറാൻ നമുക്കറിയാലോ, ഒരു സിവിലൈസേഷണൽ ആയിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള, അതായത് ഒരു പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. മറ്റേ ഈ അമേരിക്കനെ പോലെ തന്നെ ഒരു സെറ്റിലേഴ്സിന്റെ രാജ്യമല്ല. ഈ അമേരിക്കക്ക് ഇറാനില് കടന്നു കയറിയപ്പോ ശരിക്കും അവർക്ക് ആ മിസ്റ്റേക്ക് വന്നത്, അമേരിക്ക ഒരു സെറ്റിലേഴ്സിന്റെ രാജ്യമാണ്, ഇറാൻ എന്ന് പറഞ്ഞ ഒരു സിവിലൈസേഷണൽ പവറാണ് പഴയ കാലത്ത്. ഇപ്പോൾ അങ്ങനെ അല്ലെങ്കിലും ഒരു 7th 8th സെഞ്ചുറി തൊട്ടിട്ട് അവര് വേറൊരു മതവിഭാഗത്തിലോട്ട് പോയിരുന്നെങ്കിലും അവരുടെ ഒരു ജീനിൽ അതുണ്ട്, ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. അപ്പം അവരുടെ നാഷണലിസത്തെ ഇവര് കുറച്ച് കണ്ടു. അത് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അമേരിക്ക പോയിട്ട് ഇറാനെ അടിക്കുന്ന സമയത്ത് അമേരിക്ക വിചാരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അമേരിക്കക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇറാനിലെ അടിച്ചു അവരുടെ മതനേതൃത്വത്തെ, അതായത് പ്രത്യേകിച്ച് ആ മെയിൻ നേതാവിനെ തീർത്തു കഴിഞ്ഞാൽ ഇതുവരെ കൺട്രോളിലോട്ട് വരുമെന്നായിരുന്നു ഇവരുടെ ഒരു വിചാരം. മാത്രമല്ല, ഇറാനിലെ പല പൊളിറ്റീഷ്യൻസും എന്തിന് ഈ മരിച്ച മതനേതാവിന്റെ മക്കൾക്ക് വരെ വിദേശ രാജ്യങ്ങളിൽ, അതായത് എസ്പെഷ്യലി യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവരുടെ അസറ്റ്സ് ഉണ്ട്. അപ്പം ഇതിൽ ആരെങ്കിലും ഒക്കെ ഒരു പക്ഷെ ഇവരുടെ ഒരു വലയിൽ ഉണ്ടാവാം. വലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ലൂർ ചെയ്ത് വെച്ച ആൾക്കാരുണ്ടാകാം. നമ്മൾ കാണുന്നത് ആ മറ്റേ പഴയ ഷായുടെ ബന്ധു അല്ലെ മോനായിട്ടുള്ള ആള് തിരിച്ചു വരുന്നു, അയാളെ കൊണ്ട് വീണ്ടും ഇവിടെ സ്ഥാപിക്കുന്നു. അത് ലോങ് ടൈം സ്ട്രാറ്റജിയും അറ്റ് പ്രസന്റ് ഇവർക്ക് വേണ്ടി പണിയെടുക്കാൻ പറ്റുന്ന ഒരു ഇറാനിൽ അത്യാവശ്യം ഇപ്പം ജനസമ്മതിയുള്ള ഒരാളെയാണ് ഇവർ തപ്പിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ അമേരിക്കക്ക് ഇതൊന്നും അറിയാത്തതല്ലോ.
അമേരിക്ക ഇപ്പൊ ഞാൻ പറയാം, ഇപ്പോ നേപ്പാളിൽ ഒരു റെജീം ചേഞ്ച് അമേരിക്കക്ക് നടത്തണം, ദേ പോയി ദാ വന്നു എന്ന് പറഞ്ഞ രീതിയിൽ ഉം. നേപ്പാളിൽ അമേരിക്ക റെജീം ചേഞ്ച് നടത്തി. ബംഗ്ലാദേശിൽ ഒരു റെജീം ചേഞ്ച് നടത്തി. നടത്തണം, ദേ പോയി ദാ വന്നു എന്ന് പറഞ്ഞ രീതിയിൽ ഷെയ്ഖ് ഹസീനെ അടിച്ചു പുറത്താക്കി അവിടെ നിന്ന് യൂനിസിനെ അധികാരത്തിലേറ്റി. സമാനമായിട്ടുള്ള രീതിയിൽ ഇറാനിൽ ഒരു റെജീം ചേഞ്ച് അവിടെ നടത്തണം എന്ന് അമേരിക്കയിലുള്ള ഡിപ്ലോമാറ്റ്സ് ഡൊണാൾഡ് ട്രംപിനോട് പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപിനും ആ ഡിപ്ലോമാറ്റ്സിനും അറിയാത്ത കാര്യമല്ല ഇറാന്റെ ടെറൈൻ എങ്ങനെയാണെന്നും ഇറാൻ എങ്ങനെയാണ് എന്തിനു പറയുന്നു നമുക്ക് പോലും അറിയായിരുന്നു. ഈ ചർച്ചയിൽ നിന്ന് ഞാൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ ആദ്യം ആക്രമിക്കാൻ പോകുന്നത് GCC രാജ്യങ്ങളായിരിക്കും. ഇത് നമുക്ക് പോലും അറിയാം. അപ്പൊ ഇതിന്റെ എത്രയോ മടങ്ങ് അമേരിക്കയ്ക്ക് അറിയാമായിരിക്കും. അപ്പൊ അവര് പോയി ആക്രമിക്കേണ്ട ആവശ്യകത എന്താണെന്നാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ. ഇതില് പ്യുവറായിട്ട് കുറെ എക്കണോമിക്കൽ ആയിട്ടുള്ള റീസൺസ് ആണ്. ഇപ്പൊ ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിക് വാറാണ്. അപ്പം ഇതില് ഈ വെനിസ്വേലൻ ഓയില് പ്രോഫിറ്റബിൾ ആയി ഡ്രിൽ ചെയ്തെടുക്കണമെങ്കിൽ അതിനേക്കാളും കട്ടി കുറഞ്ഞ ഇറാനിയൻ ഓയിലിന്റെയും കൂടെ ഒരു ഹെൽപ്പ് വേണം. മീൻസ് അതായത് വെനിസ്വേലയിൽ നിന്ന് എടുക്കുന്ന ഓയിലും ഇറാനിൽ നിന്ന് എടുക്കുന്ന ഓയിലും ഡിഫറെന്റ് ആണ്. അപ്പൊ വെനിസ്വേലൻ ഓയിലിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് പോസിബിളി പമ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് എടുക്കുന്ന ഒരു എത്ര കൂടുതൽ ഇഫക്റ്റീവായിട്ട് എടുക്കണമെങ്കിൽ ഈ ഇറാനിയൻ ഓയിൽ പോലെ ലൈറ്റർ ആയിട്ടുള്ള ഓയിൽസ് അവിടെ മിക്സ് ചെയ്യുകയും അതിനനുസരിച്ച് പമ്പിങ് നടത്തണം. അതിനു വേണ്ടിയിട്ടാണ്, അതായത് ഇപ്പൊ എന്താ പറയാ, ആ ഡൈലൂഷന് വേണ്ടിയിട്ട് ഇവർക്ക് ഇറാനിയൻ ഓയിലും കൂടെ അത്യാവശ്യമായിട്ട് വരുന്നു. അതുകൊണ്ടാണ് ഇറാനിയൻ ഓയിലിനെ അമേരിക്ക കൈവെക്കുന്നത് എന്നുള്ള ഒരു ചില ആൾക്കാർ പറയുന്നുണ്ട്. ഒന്ന്. രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്ക് തെറ്റിപ്പോയ ഒരു അമേരിക്കയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയത് ആക്ച്വലി ഇവിടുന്നല്ല. ഒന്നെന്ന് പറഞ്ഞാൽ ഇവര് വിചാരിച്ചുകൊണ്ടിരുന്നത് ഇറാനിയന്റെ എല്ലാ മിലിറ്ററി അസറ്റ്സും ഇവര് മാപ്പ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. എസ്പെഷ്യലി ഈ മിസൈൽസ് വെക്കുന്ന സ്ഥലങ്ങൾ അത് ഇവര് മാപ്പ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് ആക്ച്വലി ഒരു തെറ്റിദ്ധാരണയായിരുന്നു. ഒരു യുദ്ധം ഒരു പരിധി കഴിഞ്ഞപ്പോഴും ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലോട്ട് ഇറാനിയൻ മിസൈൽ കയറിയ സമയത്തുമാണ് ഇവർക്ക് മനസ്സിലായത്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ ഇറാന്റെ മിസൈൽസിന്റെ ശേഖരങ്ങള് പെനിട്രേറ്റ്, അതായത് ഇസ്രായേലിലോ ഏതൊരു മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലും പെനിട്രേറ്റ് ചെയ്യാൻ പറ്റിയ മിസൈൽസ് അവർക്കുണ്ട്, ടെക്നോളജി ഉണ്ട്. നമ്മൾ അവര് വില കുറച്ച് കണ്ടതല്ല, പക്ഷെ അവര് മാപ്പ് ചെയ്ത അസറ്റ്സ് എല്ലാം അവരുടെ എവിടെയൊക്കെയാണ് സ്റ്റോക്ക് ചെയ്തേക്കുന്നതൊക്കെ മാപ്പ് ചെയ്തു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഒന്ന്. രണ്ടാമത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇറാനിൽ 50,000 പേരോളം ഈ കലാപം നടത്തിയവരെ ഇറാനിയൻ ഗവൺമെന്റ് കൊന്നുകളഞ്ഞു. അപ്പൊ അത് അതെ, ആ കൊന്നുകളഞ്ഞ നേതാക്കന്മാര് പലരും ഇറാനില് ഇവര് പലതരത്തില് എന്താ പറയാ അവരുടെ ചിന്താഗതിനെ മാറ്റിമറിക്കുകയും മതപരമായി മാറ്റിയെടുക്കുകയും ചെയ്തതാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ലോകത്തുള്ള ഏത് രാജ്യങ്ങളിലും അമേരിക്ക അല്ലെ വെസ്റ്റേൺ പവേഴ്സ് കയറുന്നതിന് മുമ്പ് അവിടെ ഒരു ഇവാഞ്ചലൈസേഷൻ നടത്തും. അത് നമ്മള് ഇതിലെ ഒരു 2 വർഷം മുമ്പ് ഞാനും ദർശനം തമ്മിൽ സംസാരിച്ചാന്ന് തോന്നുന്നു. അതെ. അപ്പൊ ഈ തംബ്നെയിലിടുന്ന അനുസരിച്ച് വന്നിട്ട് ആ സമയത്ത് നമ്മുടെ കമന്റ് സെക്ഷനിൽ കുറെ ആൾക്കാർ ഇതൊന്നും എവിടെ കേട്ടിട്ടില്ലെന്നൊന്നും. ആക്ച്വലി ഇതിന്റെ മെയിൻ നേതാക്കന്മാരെ എല്ലാം ഇവര് തീർത്തു. അതായത് ഈ 50,000 പേരെ കൊന്നു കളഞ്ഞതില് ഇവര് അവരുടെ അസറ്റ്സ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന മെയിൻ നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെല്ലാം തീർത്തു. അപ്പം തീർത്ത് കളഞ്ഞു കഴിയുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആ ടൂൾ അവിടെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വന്നു. അപ്പം ഞാനത് പലതവണ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇസ്രയേലിന്റെ ലക്ഷ്യം അമേരിക്കയിലെ ഇപ്പം പറയുന്ന മത നേതൃത്വത്തെ തീർക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഇസ്രയേലിന് ഇപ്പൊ അമേരിക്കയ്ക്ക് ആ ഓയിൽ ഡ്രില്ല് ചെയ്തെടുക്കണമെന്നോ ആ ഓയിലിന്റെ ആ പൊളിറ്റിക്സ് ഇസ്രയേൽ അമേരിക്കയ്ക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്നു അപ്പുറം ഇസ്രയേലിന്റെ ഒരു ലോങ് ടേം പ്ലാനില് കാരണം ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു എനിമി ഇസ്രയേലിനാണ് ഉണ്ടാവുക, അല്ലാതെ അമേരിക്കനെ സംബന്ധിച്ച് ഒരു നെയ്ബർ അല്ല ഈ ഇറാൻ വന്നു കഴിഞ്ഞാൽ. പക്ഷെ ഇസ്രയേലിനെ സംബന്ധിച്ച് ആ നാട്ടിലെ ജനങ്ങൾ ഇസ്രയേലിനോട് വളരെ ഹോസ്റ്റൈൽ അല്ലാതെ ഇരിക്കേണ്ട ഇസ്രയേലിന്റെ ആവശ്യമാണ്. അപ്പൊ ഇസ്രയേലിനെ സംബന്ധിച്ച് ആ നാട് എന്താ പറയുന്നത് ചൂഷണം ചെയ്യുന്ന ഒരു പരിധി മതനേതൃത്വം പോകുക, ഇസ്രയേൽ കൂടുതൽ സേഫ് ആകുക എന്നതിന്റെ അപ്പുറത്ത് അമേരിക്കയുടെ പല ഉദ്ദേശങ്ങളും ഇസ്രയേലിൽ ഇല്ലായിരുന്നു. അത് പറയുമ്പോൾ പലരും സമ്മതിച്ചു തരണമെന്നില്ല. കാരണം അത് ഇസ്രയേലിന്റെ നന്മയെന്ന് ഞാൻ പറയില്ല, ഇസ്രയേലിന് സേഫ് ആയിട്ടിരിക്കേണ്ടതിന് ആ ഒരു ബന്ധം ഊഷ്മളമായിരിക്കേണ്ടത് അവരെ സംബന്ധിച്ച് ആവശ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ തുടക്കം തൊട്ടേ ഇസ്രയേലും ഇന്ത്യ ഗവൺമെന്റുമായിട്ട് പലതരത്തിലുള്ള ധാരണകളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശ്വസിക്കാൻ എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട് പലതാണ്. കാരണം വെച്ചാൽ ഈ വെസ്റ്റ് ഏഷ്യ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചാൽ വെസ്റ്റ് ഏഷ്യ,
അപ്പൊ ആ ഒരു ഭാഗത്ത് ഈ ഒരു ഇന്ത്യയുടെ ഇസ്രായേലിന്റെ ഒരു കൊളാബറേഷനിലും അമേരിക്കൻ താവളങ്ങൾ ഉപേക്ഷിച്ച് അമേരിക്ക അവിടുന്ന് പോകണമെന്ന് രണ്ട് കൂട്ടരുടെയും ഒരു ആവശ്യമാണ്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് എനിക്ക് ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് അവർ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സൗദി അറേബ്യയിലൊക്കെ ജൂയിഷ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇന്ത്യയെ സംബന്ധിച്ചാണ് ഈ അമേരിക്കയുടെ ഇവിടുത്തെ താവളങ്ങൾ, എസ്പെഷ്യലി പാകിസ്ഥാനിലൊക്കെ ഉള്ള താവളങ്ങൾ നമ്മളെ സംബന്ധിച്ച് എന്നും ഒരു പ്രശ്നമാണ്. അപ്പം അമേരിക്ക ഇറാനിൽ വന്ന് സെറ്റിൽ ആവുന്നതിനോട് ഇന്ത്യക്കോ ഇസ്രായേലിനോ വലിയ താല്പര്യമില്ലെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പാകിസ്ഥാൻ പറയുന്നു ഞങ്ങൾ മീഡിയേഷൻ നടത്തിയിട്ട് ഇപ്പം യുദ്ധം നിർത്തും. അതേപോലെ തന്നെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ നിങ്ങൾ ഫിൻലൻഡിന്റെ കഴിഞ്ഞ ദിവസം ഫിൻലൻഡിന്റെ പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞു മോദി വിചാരിച്ചാൽ ഇത് തീരും എന്നൊക്കെ പറഞ്ഞു. പല ലോകരാജ്യങ്ങളും പറയുന്നുണ്ട്. ഫിൻലൻഡിന്റെ പ്രസിഡന്റ് മാത്രമല്ല, സൗദി അറേബ്യയുടെ അംബാസഡർ പറഞ്ഞു, റഷ്യയിൽ നിന്നുള്ള വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു, അമേരിക്ക ഇന്ത്യയോട് ഇടപെടണമെന്ന് പറഞ്ഞ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. എല്ലാവരും പറയുന്നുണ്ട്. പോരാത്തതിന് 5 രാജ്യങ്ങൾ തമ്മിൽ രഹസ്യ ചർച്ചകൾ നടക്കുന്നു. തുർക്കി, ഒമാൻ, ഈജിപ്ത്, ഇന്ത്യ, പിന്നെ ഒരു രാജ്യം കൂടെ ഉണ്ട്, ആ രാജ്യത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഈ 5 രാജ്യങ്ങളിൽ ഇന്ത്യയാണ് എല്ലാ രാജ്യങ്ങളും ആശ്രയിക്കുന്നത്. കാരണം ഇറാനെയും അമേരിക്കയും ഒരേ ടേബിളിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു രാജ്യം ഇന്ത്യയാണെന്നാണ് വിശ്വസിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഇതിന്റെ പിന്നാമ്പുറത്തെ കളികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. നിങ്ങൾ നരേന്ദ്രമോദിജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിരുന്നോ? അതായത് ഈ വിഷയത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ പ്രശ്നം നീളാൻ സാധ്യതയുണ്ട്, നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം, വെസ്റ്റ് ഏഷ്യ ഈ അവിടെയുള്ള പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കണം. എന്തുകൊണ്ട് പുള്ളി അതിലൂടെ ഒരു മീഡിയേഷനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഞാൻ മീഡിയേറ്റർ ആവാം, അല്ലെ ഞാനത് മുൻകൈ എടുക്കാം. മോദി എവിടെയും പറഞ്ഞിട്ടില്ല. മോദി എപ്പോഴെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനിത് മീഡിയേറ്റ് ചെയ്ത് തരാം, ഞാനിത് തീർത്തു തരാം? കാരണം വെച്ചാൽ പുള്ളിയെ സംബന്ധിച്ച് അതൊരു ട്രാപ്പാണ്. മോദി ഇന്നൊരു ലോക നേതാവാണ്. ലോക നേതാവായ മോദി ഇതിൽ ഇടപെടുകയും ഒരു ഇറാൻ ഒരു ഗ്യാരണ്ടി കൊടുക്കുകയാണ്. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇസ്രായേലോ അമേരിക്കയോ ആക്രമിക്കില്ല എന്നുള്ള ഗ്യാരണ്ടിയിലാണല്ലോ ഇറാൻ ചോദിക്കുന്നത്. ഇറാൻ പറയുന്ന ഒരു കാര്യം, ഈ പറയുന്ന മേഖലകളിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ ബേസുകൾ ഒഴിവാക്കി പോവുക അമേരിക്ക, ഞങ്ങളെ ആക്രമിക്കാതിരിക്കുക, ഞങ്ങളെ ഇനി മേലാൽ ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് വേണം. ആ ഉറപ്പും കൂടെ തരുവാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങൾ ഒരു സമാധാനത്തിലോട്ട് പോകാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ എന്താ പറയുക, ഞാനോ നിങ്ങളോ ഒരു മീഡിയേഷനിൽ പാർട്ടിസിപ്പേറ്റ് ആവുകയും ഈ 2 കക്ഷികളിൽ ഒരു കക്ഷി അത് ഒരു 6 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് അവര് വീണ്ടും ഇറാനെ ആക്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പേര് പോകുന്ന ആരാ? ഇടയ്ക്ക് നിന്ന ആളുകൾ. 100%. അതുകൊണ്ട് തന്നെയാണ് മോദിജി ഈ ട്രാപ്പിൽ വീഴാത്തത്. ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ മോട്ടീവ് എന്താന്ന് വെച്ചാല്, നിലവില് മത നേതൃത്വത്തിലെ കുറച്ച് ആൾക്കാരെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ഇതിനൊരു സെക്കൻഡ് റൗണ്ട് ഏതായാലും അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരെ ഇന്റേണലി, ഞാൻ പറയുന്ന ഒരു യുദ്ധം എന്ന നിലയിൽ കൊല്ലും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ചിലപ്പം യുദ്ധം എന്ന നിലയിൽ ഒഴിവാക്കിയിട്ട് പലതരത്തിൽ, ഇപ്പൊ നിങ്ങൾക്കറിയാലോ റഷ്യയിലൊക്കെ ആണെങ്കിലും വാൾഡിമർ പുടിന്റെ എതിരാളികൾ പലതരത്തിൽ കൊല്ലപ്പെടാറുണ്ട്. ഇസ്രായേലിൽ പലതരത്തിൽ മൊസാദിനെ ഉപയോഗിച്ച് അവരുടെ രാഷ്ട്രീയ എതിരാളികളെ, വിദേശ രാഷ്ട്രീയക്കാരെയും കൊല്ലാറുണ്ട്. അപ്പൊ അവരുടെ ഒരു പിടിക്ക് നിൽക്കാത്ത ആൾക്കാരെ ഇന്റേണലി ഉള്ള അവരുടെ ടൂൾസ് ഉപയോഗിച്ച് കൊലപ്പെടുത്തുവോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യാനുള്ള സ്ട്രാറ്റജിയിലോട്ട് ഇസ്രായേൽ പോകും. പക്ഷെ അവരെ തീർച്ചയായിട്ടും ചെയ്യും. അതുകൊണ്ട് ഈ നിലവിലെ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ നമ്മുടെ നേതാവ് ജയശങ്കർ ആണെങ്കിലും താൽക്കാലിക നിർത്തലിനോ അല്ലെങ്കിൽ സമാധാനം സ്ഥാപിക്കലിനോ മധ്യസ്ഥത വഹിക്കാൻ ഇറങ്ങി പുറപ്പെടാൻ യാതൊരു സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന്മാര് വാക്ക് പാലിക്കാൻ പോകുന്നില്ല. അവരുടെ മോട്ടീവ്സ് അവർക്ക് ഫുൾഫിൽ ആയിട്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ പറയാണ്, ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു. സിന്ദൂർ അതിന്റെ സെക്കൻഡ് റൗണ്ട് ഉണ്ടാവുമെന്ന് നമുക്കും അറിയാം, പാകിസ്ഥാനും അറിയാം. ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരാൾ മീഡിയേറ്റർ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയേറ്ററുടെ വില പോയെന്നല്ലാതെ സെക്കൻഡ് റൗണ്ട് തടയാനൊന്നും ആരെ കൊണ്ടും പറ്റൂല. മനസ്സിലായി? അപ്പൊ എന്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഈ വാർ തീർന്നിട്ടില്ല. താൽക്കാലികമായിട്ട് ചിലപ്പം അമേരിക്കനെ സംബന്ധിച്ചൊരു വലിയൊരു കോൺഫ്ലിക്റ്റ് ഒന്നും അവർക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയിപ്പോ ഇതിന്റെ അവസാനം ഏത് രീതിയിലായിരിക്കും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? വളരെ പെട്ടെന്ന്. ഇതിന്റെ അവസാനം എന്നെ സംബന്ധിച്ച് എന്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഇതിന്റെ അവസാനം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ അവിടുത്തെ മത നേതാക്കളെ കൊല്ലും. അത് ഏതെങ്കിലും തരത്തിൽ സൈഡാക്കും. ചിലപ്പം ഈ കൊല്ലപ്പെട്ട നേതാവിന്റെ ഏതെങ്കിലും മകൻ തന്നെ ഇതിന്റെ ഒരു നേതൃത്വത്തിലേക്ക് വരുവാനും താൽക്കാലികമായിട്ട് ഇവരോട് ഒരു ഡീലിൽ പെടാനും സാധ്യതയുണ്ട്. ഈ അതേപോലെ തന്നെ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു മതപരമായ ഒരു ഫാബ്രിക്സ് ഇപ്പോ അമേരിക്കയോ വെസ്റ്റേൺ രാജ്യങ്ങളോ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലാതെ
വേറൊരു രീതിയിലോട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. മേ ബി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കഴിഞ്ഞ ദിവസം മരിച്ചുപോയ ആ മത നേതാവ് പറയുന്നുണ്ട്, ഈ പഴയ കാലത്തെ ഇറാനിയൻ ബിലീഫ്സിനൊന്നും വലിയ വില കൊടുക്കേണ്ട കാര്യമില്ല, അതൊക്കെ ജസ്റ്റ് ഒരു അതിനെക്കുറിച്ചുള്ള പോസ്റ്റ് കാർഡ്സ് കുറെ വിദേശ മീഡിയകളിൽ ഇറങ്ങി. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പറയുന്നത് വെച്ചാല് ഇറാൻ മാറാൻ ഉദ്ദേശിക്കുന്ന ട്രാക്ക് അവരുദ്ദേശിച്ച ട്രാക്കിലോട്ട് റിലീജിയസ്ലി മാറണമെന്നാണ്. പക്ഷെ ഇന്ത്യയോ ഇസ്രായേലോ അല്ല ഇവിടുന്നുള്ള രാജ്യങ്ങളോ പ്ലാൻ ചെയ്യുന്നത് എക്സാക്ട്ലി അതാവാൻ സാധ്യതയില്ല. നിങ്ങൾ കാരണം നിങ്ങൾ അതിനോട് കൂട്ടി വായിക്കേണ്ട വേറൊരു കാര്യം, ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ട്. ഈ SC/ST വിഭാഗങ്ങളുടെ SC വിഭാഗങ്ങളുടെ മതപരിവർത്തനത്തിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റാറ്റസ് കോ പോകും. അതായത് ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് ഇറാനിലാണേലും ഇന്ത്യയിലാണേലും അതൊക്കെ ഒരു വെസ്റ്റേണേഴ്സിന്റെ പൊളിറ്റിക്കൽ ടൂളാണ്. അപ്പൊ ആ പൊളിറ്റിക്കൽ ടൂൾസ് അതേപടി ഇറാനിൽ അവര് റൺ ചെയ്തെടുക്കാൻ വേണ്ടി ഇന്ത്യ അല്ലെങ്കിൽ ഇസ്രായേല് കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവര് വെസ്റ്റേൺ ഹാൻഡിൽസ് അവര് പുറപ്പെടുവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വേറെ രീതിയിലാണ് റീഡ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ വിചാരിക്കും ഓ പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്, പക്ഷെ ഇവരുടെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നേതാവ് തന്നെ അതൊന്നും നമ്മൾ വകവെക്കേണ്ട കാര്യമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ഇതിനേക്കാളും മോശം ഞങ്ങൾ തരുന്ന ഇതാണ് എന്നുള്ള ഒരു രീതിയിലാണ് ഇവർ പ്രസന്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ച് ഇറാനിലെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് എൻഡ് ചെയ്യുകയും അവരുടെ ഓയിലിന്റെ പൈസ അല്ലെങ്കിൽ ഓയിൽ വിറ്റിട്ട് അവർക്ക് കിട്ടുന്ന പൈസ ആ രാജ്യത്തിന്റെ നന്മയ്ക്കായിട്ട് ആ ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ അമേരിക്കനെ സംബന്ധിച്ച് അവരുടെ മോട്ടീവ്സ് എല്ലാം നടക്കാൻ സാധ്യത വളരെ കുറവാണ്.